ഇന്നേ ഒരു നാടൻ പലഹാരത്തിന്റെ റെസിപ്പിയാണ്. സുഗിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചെറുപയർ കുക്കറിൽ വേവിക്കാട്ടോ. ഏകദേശം ഒരു 6 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചെറുപയറാണിത്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ചെറുപയറിന്റെ ആ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഒറ്റ വിസിൽ അടിച്ചാൽ മതിയെ, വെന്ത് കിട്ടും. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാട്ടോ. ഉരുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ കുറച്ച് വെള്ളം ഒഴിക്കാമുള്ളൂ. നമുക്ക് നല്ല കട്ടി പാനിയാണ് കിട്ടേണ്ടത്. വെള്ളം കൂടി പോയാലുണ്ടല്ലോ നമ്മുടെ ഫില്ലിംഗ് റെഡി ആക്കത്തില്ല. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടയായിട്ട് പിടിക്കാനും പറ്റത്തില്ല. അതുമല്ല, നമുക്ക് ഇത് എണ്ണയിൽ ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ എണ്ണയും പിടിക്കും. 1 കപ്പ് തേങ്ങ ചിരകിയത് വേണം കേട്ടോ. ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്ത്, പിന്നെ ഏലക്ക എന്തെങ്കിലും പൊടി വേണം. അപ്പൊ ഏലക്കയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുവാണേ. അപ്പൊ ഏലക്ക തനിയെ പൊടിക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ച ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപയർ ഒരുപാട് വെന്തുടയരുത്, ഈ രീതിയിൽ തന്നെ കിട്ടണം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല കട്ടിക്കാണ് വന്നേക്കുന്നത്. ഇങ്ങനെ കട്ടിക്കുള്ള ശർക്കര പാനി തന്നെ വേണേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ ആ തേങ്ങാപ്പീരയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ, നല്ലതായിട്ട് വരട്ടിയെടുക്കണേ. ഒരു നല്ല കട്ടി പരുവാവുന്ന വരെ നമുക്ക് വരട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്യാനൊക്കെ നല്ലത്. ഒരു വിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ കട്ടയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞും കിട്ടും. അതുമല്ല, മാവ് ഈസി ആയിട്ട് റെഡി ആവുകയും ചെയ്യും. ഈ മാവിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ദോശമാവിന്റെ കൺസിസ്റ്റൻസി. കാരണം ഒരുപാട് തിന്നും ആവാൻ പാടില്ല, ഒരുപാട് കട്ടിയും ആവരുത്, അതിന്റെ ഇടയിൽ നിൽക്കണം. ഇനി നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ വലിപ്പത്തിലോ അതിനേക്കാളും കുറച്ചുകൂടി വലുതോ എങ്ങനെ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നല്ലവണ്ണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഫില്ലിംഗ് മാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇനി ഒരു സൈഡ് മൂത്ത് ചെയ്യുമ്പോഴേ നമുക്ക് മറ്റേ സൈഡിലോട്ട് മറിച്ചിടാം കേട്ടോ. അങ്ങനെ അതും നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാമേ.